നമസ്കാരം. നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഇലക്ഷൻ 14-ാം തീയതി, ഓഗസ്റ്റ് 14. താരസംഘടനയുടെ ഇലക്ഷൻ ഓഗസ്റ്റ് 15-ാം തീയതി. നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഇലക്ഷൻ്റെ ചിത്രം നാളെ തെളിയും. കാരണം 7-ാം തീയതിയാണ് പത്രിക പിൻവലിക്കേണ്ട ദിവസവും അവസാന ലിസ്റ്റും വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്നതനുസരിച്ച് മൊത്തം അംഗങ്ങൾ 313 പേരാണ് എന്നാണ് എൻ്റെ അറിവ്. അതിൽ 306 പേർക്ക് വോട്ടവകാശമുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്. സാന്ദ്ര തോമസിൻ്റെ പത്രിക തള്ളുന്നു. സാന്ദ്ര തോമസ് നൽകിയ സർട്ടിഫിക്കറ്റ് ശരിയല്ലെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. എന്നാൽ സാന്ദ്ര തോമസിൻ്റെ വാദം താൻ നൽകിയ സർട്ടിഫിക്കറ്റുകൾ ശരിയാണ്, സെൻസസ് സർട്ടിഫിക്കറ്റ് ശരിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പത്രിക തള്ളിയ ഉടൻ തന്നെ സാന്ദ്ര തോമസ് കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇനി കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട വലിയ വാക്കേറ്റങ്ങൾ ഇവിടെ ഉണ്ടായി. അത് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടായിരുന്നു എന്ന് സ്വയം തോന്നുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അത് രമ്യമായി പരിഹരിച്ച് പോകേണ്ട ഒരു സംഭവമായിരുന്നു. പക്ഷേ എന്നാൽ എല്ലാ മീഡിയാസും അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അതെല്ലാം ലൈവ് പോവുകയും ചെയ്തു, സമൂഹം മൊത്തം കാണുകയും ചെയ്തു. എന്തായാലും സാന്ദ്ര തോമസിൻ്റെ പത്രിക തള്ളിയോടുകൂടിയാണ് അവിടെ സംഭവങ്ങൾ ഉടലെടുത്തത്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ മത്സര ചിത്രം ഏറെക്കുറെ തെളിഞ്ഞു വരികയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കുമായിരുന്നു സാന്ദ്ര തോമസ് പത്രിക നൽകിയത്. ഈ കീ പോസ്റ്റിലേക്ക് വരുമ്പോൾ 3 സെൻസസ് സർട്ടിഫിക്കറ്റ് വേണം. എന്നാൽ എക്സിക്യൂട്ടീവിലേക്ക് മത്സരിക്കാൻ ഒരു സർട്ടിഫിക്കറ്റ് മതി. അങ്ങനെയെങ്കിൽ സാന്ദ്ര തോമസ് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട് എന്ന് അന്ന് തന്നെ പറയുകയും ചെയ്തു. നിലവിൽ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് 32 പേരാണ് മത്സരരംഗത്തുള്ളത്. അതിൽ ഡബിൾ കൊടുത്തവരുണ്ട്. അതുകൊണ്ട് അത് മാറിക്കഴിഞ്ഞാൽ 29 പേര് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് മത്സരത്തിന് ഉണ്ടാകുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതിൽ സീനിയർ അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവരുണ്ട്. സിയാദ് ഖോക്കറും സുരേഷ് കുമാറും അതിൽ മത്സരിക്കുന്നുണ്ട്. അവർ മത്സരിക്കണമെന്ന് അംഗങ്ങളിൽ ഈ സംഘടനയിലുള്ളവർക്ക് ആവശ്യമുള്ളതുകൊണ്ട് അവർ മത്സരിക്കുന്നുണ്ട്. കാരണം അവർ സീനിയറാണ്. അതോടൊപ്പം തന്നെ സാന്ദ്ര തോമസിനെ സംബന്ധിച്ചിടത്തോളം സാന്ദ്ര തോമസ് ഒറ്റയ്ക്കുള്ള ഒരു പോരാട്ടമായിരുന്നു അവിടെ നടത്തിയത്. സാന്ദ്ര തോമസ് ഒറ്റയ്ക്കുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് കോടതിയിലേക്ക് നീങ്ങി. ഇനി കോടതി വിധി അനുസരിച്ചായിരിക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രഷറർ സ്ഥാനത്തേക്ക് ഏതാണ് എന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. സാന്ദ്ര തോമസ് പറയുന്നത് താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അത് കോടതിയുടെ വിധി വന്നാൽ മാത്രമേ ഉള്ളൂ. നിലവിൽ മത്സരരംഗത്തേക്ക് ചിത്രം തെളിഞ്ഞു വരുമ്പോൾ സജി നന്ദിയാട്ട് എല്ലാ സ്ഥാനത്തേക്കും പത്രിക നൽകിയിട്ടുണ്ട്. കാരണം എല്ലാ സ്ഥാനത്തേക്കും പത്രിക നൽകിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രാകേഷും നിലവിലെ സെക്രട്ടറിയായ രാകേഷും സജി നന്ദിയാട്ടുമാണ് അവിടെ ഉള്ളത്. അവർ നേർക്ക് ഒരു വരാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. അങ്ങനെ ഒരു മത്സരം ഉണ്ടാകാം. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സോഫിയ പോളും സന്ദീപ് സേനനും ആനന്ദ് പയ്യന്നൂരും മത്സരിക്കുന്നുണ്ട്. അത് ആനന്ദ് പയ്യന്നൂർ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നൽകിയിട്ടുണ്ട്. ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉണ്ടാകില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ഈ 2 സ്ഥാനത്തേക്ക്, ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സോഫിയ പോളും സന്ദീപ് സേനനും ആനന്ദ് പയ്യന്നൂരും മത്സരിക്കും. അവിടെയൊക്കെ സജീവതയായിട്ട് നൽകിയിട്ടുണ്ട്. അവിടെയൊക്കെ മത്സരിക്കുമെന്ന് എനിക്കറിയില്ല. സെക്രട്ടറി സ്ഥാനത്തേക്ക് കൃത്യമായി തന്നെ 3 പേരുണ്ട്. ആ 3 പേരും മത്സരരംഗത്തുള്ളവർ തന്നെയാണ്. ലിസ്റ്റിൻ സ്റ്റീഫനും വിനയനും കല്ലൂർ ശശിയും മത്സരരംഗത്തുണ്ട്. അവർ 3 പേരും ത്രികോണ മത്സരം അവിടെ ഉറപ്പിച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും ത്രികോണ മത്സരമായിരിക്കും. പക്ഷേ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2 പേര് വരേണ്ടതാണ്. 2 പേരാണ് വൈസ് പ്രസിഡൻ്റായിട്ട് വരേണ്ടത്. അതിൽ ഒരാൾ മത്സരത്തിൽ പുറത്തു പോകും. പക്ഷേ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരാൾ വരേണ്ട സ്ഥലത്ത് ത്രികോണ മത്സരം ശക്തമായി നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഹംസയുമുണ്ട്. അതോടൊപ്പം തന്നെ ആൽബിൻ ആൻ്റണിയുമുണ്ട്. വിശാഖ് സുബ്രഹ്മണ്യനും നൽകിയിട്ടുണ്ട്. ആനന്ദ് പയ്യന്നൂരും നൽകിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ അറിവ് വെച്ച് ഹംസയും ആൽബിൻ ആൻ്റണിയുമായിരിക്കും വരുന്നത്. അവിടെ ജോയിൻറ്റ് സെക്രട്ടറി 2 പേരാണ് വരുന്നത്. ആ 2 പേരും ഔദ്യോഗിക പാനലിൽ നിന്നുള്ളതാണ്. വിശാഖ് സുബ്രഹ്മണ്യൻ എന്തായാലും എക്സിക്യൂട്ടീവിലേക്ക് മാറാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. അവിടെ ഒരു മത്സരം ഉണ്ടാകാതെ ഹംസയും ആൽബിൻ ആൻ്റണിയും വിജയിച്ചു പോകാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. വിജയിക്കും. അവർക്ക് എതിരുണ്ടാകുമെന്ന് ഞാൻ തോന്നുന്നില്ല. അതോടൊപ്പം ട്രഷറർ സ്ഥാനത്തിലേക്ക് വരുന്നത് മഹാസുബേറാണ്. മഹാസുബേറിന് എതിരായിട്ട് സജി നന്ദിയാട്ട് അവിടെയും പത്രിക നൽകിയിട്ടുണ്ട്. സജി നന്ദിയാട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മഹാസുബേറിന് അവിടെ ഒരു വിജയമുണ്ടാകും. എൻ്റെ അറിവ് കറക്റ്റാണെങ്കിൽ ട്രഷറർ സ്ഥാനത്തേക്ക് വേറെ ആളുമില്ല. ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും വേറെ ആളുകൾ മത്സരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. 4 പേരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നിലവിൽ ഇവർ തന്നെയാണ് മത്സരിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ സജി നന്ദിയാട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ മഹാസുബേറും അവിടെ വിജയിച്ചതായി വരും. ഇതാണ് ഇപ്പോൾ ഉള്ള കണക്ക്. എന്തായാലും എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് വേണ്ടത് 14 പേരാണ് വേണ്ടത്. 14 പേര് വേണ്ട സ്ഥലത്താണ് 29 പേര് ഡബിളൊക്കെ മാറ്റി കഴിഞ്ഞാൽ 29 പേര് മത്സരരംഗത്തേക്കുള്ളത്. അത് 14 പേര് വേണം. അതിൽ 3 സ്ത്രീകളാണ് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് നിലവിൽ മത്സരിക്കുന്നത്. ഒന്ന് സാന്ദ്ര തോമസും അതോടൊപ്പം തന്നെ ഷീല കുര്യനും
സ്വർഗീയമാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് മെമ്പർ മത്സരിക്കുന്നുണ്ട്. 3 സ്ത്രീകൾ മാത്രമാണ് മത്സര രംഗത്തുള്ളത്. പൊതുവെ 3 സ്ത്രീകൾ മാത്രമേ മത്സര രംഗത്തുള്ളൂ. അവിടെ സ്ത്രീകൾ കുറവാണ്, നിർമ്മാതാക്കളുടെ സംഘടനയിൽ സ്ത്രീകൾ കുറവാണ്. അതുകൊണ്ട് 3 സ്ത്രീകൾ മാത്രമേ മത്സരിക്കുന്നുള്ളൂ. എന്തായാലും ചിത്രം തെളിയും, നാളെ ഉച്ചയോടുകൂടി ചിത്രം തെളിയും. ആ ചിത്രം തെളിയുമ്പോഴാണ് ആരൊക്കെയാണ് മത്സരരംഗത്തുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റ് സംഘടനയ്ക്കും ഒന്നുമില്ലാത്ത ഒരു നിലയിലാണ് ബൈലോയിൽ ഇവരുടെ ബൈലോ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയത് അത് ഒരു നടപടി ശരിയാണെന്ന് എനിക്ക് തോന്നാത്തൊരു കാര്യമാണ്. ഏത് സ്ഥാനത്തും ആർക്കും മത്സരിക്കാം. ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കാം, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാം, ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിക്കാം, ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക്, സെക്രട്ടറി, എക്സിക്യൂട്ടീവ്, ഇതിലെല്ലാ സ്ഥാനത്തേക്കും മത്സരിക്കാം. മത്സരിച്ച് അതിൽ എവിടെയൊക്കെ ജയിക്കാം അവിടെയൊക്കെ ജയിക്കാം. പിന്നീട് ഭരണസമിതി വരുമ്പോൾ ആ സ്ഥാനം രാജിവെക്കണം. അത് മറ്റ് സംഘടനകളുള്ളതായിട്ട് എനിക്കറിയില്ല. നിർമ്മാതാക്കളുടെ സംഘടനയിൽ മാത്രമുള്ളൂ. ചേംബറിൽ അത്തരം ഒരു ഇതില്ല, ഫെബ്കെയിലില്ല എന്നാണ് എൻ്റെ അറിവ്, അമ്മയിലില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇങ്ങനെ വിജയിച്ച് കഴിയുമ്പോഴുള്ള വിഷയം, മറ്റ് സ്ഥാനങ്ങൾ രാജിവെക്കുകയും പിന്നീട് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ചേർന്നൊരു മീറ്റിങ്ങിൽ ഒരാളെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താം. അപ്പം വീണ്ടും ഒരാളെ ഉൾപ്പെടുത്തണം. അപ്പം അങ്ങനെ ഒരു മത്സരമില്ലെങ്കിൽ വേറെ ആൾക്ക് മത്സരിച്ച് വിജയിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ബൈലോയിൽ ഒരു മാറ്റം വരുത്തേണ്ടത് ആവശ്യമുണ്ടോ എന്ന് അംഗങ്ങളാണ് തീരുമാനിക്കുന്നത്. എനിക്ക് പറയാനുള്ള അവകാശമില്ല, അംഗങ്ങൾ തീരുമാനിക്കണം. ഇങ്ങനെ ഒരു രീതി ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസമാണ് അവരോട് സംസാരിച്ച് മനസ്സിലായി. ഏത് സ്ഥാനത്തേക്കും ആർക്കും മത്സരിക്കാം, എത്ര സ്ഥാനത്ത് വേണ്ടി വിജയിക്കാം, എത്ര സ്ഥാനത്തേക്ക് പരാജയം. വിജയിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥാനത്തിൽ മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ എന്നാണ് ഈ ബൈലോയിൽ പറയുന്നത്. എന്തായാലും മത്സരം ശക്തമാവുന്ന കാര്യത്തിൽ സംശയമില്ല. സാന്ദ്ര തോമസ് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് എന്തായാലും മത്സരിക്കും, അതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ജയപരാജയം നമ്മൾ കാത്തിരുന്ന് കാണണം. നിലവിൽ ഈ നിർമ്മാതാക്കളുടെ സംഘടന ചിത്രം തെളിയുന്നത് നാളെയാണ്. അതോടൊപ്പം തന്നെ താരസംഘടന അമ്മയിൽ ഇപ്പോൾ ഏറ്റവും വലിയ വിവാദമായിരിക്കുന്നത് മെമ്മറി കാർഡ് വിഷയം തന്നെയാണ്. യാതൊരു മാറ്റമില്ല. മെമ്മറി കാർഡ് വിഷയവുമായി ബന്ധപ്പെട്ട് കുക്കു പരമേശ്വരൻ അതിനൊരു മറുപടി നൽകേണ്ടതായുണ്ട്. അതിനുവേണ്ടി മറ്റാരെങ്കിലും മറുപടി പറയുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അത്തരമൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അന്ന് റിപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. റിപ്പോർട്ട് ടി വിയിൽ അന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. ഹോളിഡേ ഇന്നിൽ മുകളിൽ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു, താഴെ ഈ സ്ത്രീകളുടെ കൂട്ടായ്മ എന്ന നിലയിൽ കൂടി ആ സ്ത്രീകൾക്ക് പറയാനുള്ളത് പറയാം, അത് നമ്മുടെ കൈകളിൽ ഭദ്രമായി ഉണ്ടാകുമെന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ ആ മെമ്മറി കാർഡ് എവിടെയെന്ന് ചോദിക്കുന്നത് ഇലക്ഷൻ സ്റ്റണ്ടാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇലക്ഷൻ സ്റ്റണ്ടല്ല. അതിന് കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ഉഷ അസീബ് പറയുന്നത് കേട്ടിരുന്നു. ഉഷ പറയുന്നത് കൃത്യമായി തന്നെയാണ് പറഞ്ഞത്. ഉഷ പറഞ്ഞത് അത് ഇലക്ഷൻ സ്റ്റണ്ടല്ല, അത് കഴിഞ്ഞ് ജനറൽ ബോഡി കോവിഡ് സമയമായിരുന്നു, കോവിഡ് സമയത്ത് ജനറൽ ബോഡി കൂടിയിട്ടില്ല. അതിനുശേഷം കുക്കുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഭദ്രമായിട്ടുണ്ട് എന്ന് പറഞ്ഞു, പിന്നീട് മറ്റാളെ ഏൽപ്പിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇതിനൊരു മറുപടി നൽകേണ്ടതൊരു ബാധ്യതയുണ്ട്. അത് പല ആളുകളുടെയും ജീവിതമാണ്. ആ ജീവിതം വെച്ചുള്ള കളിച്ച് ആ മെമ്മറി കാർഡ് ഒരു ഒന്നുമില്ലാതെ കാണാനില്ല എന്നൊക്കെ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിഷമം. അതോടൊപ്പം തന്നെ അതിൽ പരാതിയുമായി വന്ന സ്ത്രീകളുടെ വിഷമം അത് തന്നെ. അതുകൊണ്ടാണ് മറ്റ് സ്ത്രീകളൊന്നും രംഗത്ത് വന്നിട്ടായി. ഇപ്പം 3 സ്ത്രീകൾ മാത്രമേ വന്നുള്ളൂ. ഉഷയും പൊന്നമ്മ ബാബുവും പ്രിയങ്കയും മാത്രമാണ് ഇതിൽ വന്നിരിക്കുന്ന. മറ്റ് സ്ത്രീകളുമുണ്ട്. ഒരു മത്സരാർത്ഥി ഉൾപ്പെടെ ഉള്ളവർ അവർക്ക് രംഗത്ത് വരാൻ പറ്റില്ല എന്ന് തോന്നുന്നു. എന്തായാലും മെമ്മറി കാർഡിൻ്റെ വിഷയത്തിൽ വലിയ രീതിയിൽ ചർച്ച ഉള്ളിൽ നടക്കുന്നുണ്ട്. മെമ്മറി കാർഡിൻ്റെ വിഷയത്തിൽ കുക്കു പരമേശ്വരൻ തന്നെയാണ് ഇതിന് മറുപടി പറയേണ്ടത്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് കുക്കു പറഞ്ഞു, പക്ഷേ നടന്നിട്ടില്ല എന്ന് വേറൊരു അംഗം വന്ന് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അതിലൊന്നും കാര്യങ്ങൾ നടന്നു എന്ന് കുക്കു പറയുന്നു, പക്ഷേ അതിൽ മൈക്കില്ല എന്നൊക്കെ കുക്കുവിൻ്റെ വാദമുണ്ട്. പക്ഷേ അതിന് മറുപടിയായി പ്രിയങ്ക വരികയും ചെയ്തിട്ട് മെമ്മറി കാർഡ് വിഷയം എന്തായാലും ഈ ഇലക്ഷൻ കഴിഞ്ഞാലും അതിനൊരു സമാധാനം ഇല്ലാത്ത നിലയിൽ ചർച്ച നടക്കും. അത് കണ്ടെത്തിയേ പറ്റുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ മെമ്മറി കാർഡിൻ്റെ വിഷയത്തിൽ മറ്റ് സ്ത്രീകൾ, പരാതി പറഞ്ഞ സ്ത്രീകൾ പോലീസിനും അതോടൊപ്പം തന്നെ SITക്കും കോടതിയിലും പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അവർ ഇന്നല്ലെങ്കിൽ നാളെ പരാതി കൊടുക്കും. ആ പരാതി കൊടുക്കും എന്ന വിവരം എനിക്ക് ലഭ്യമായിട്ടുണ്ട്. അതിന് യാതൊരു മാറ്റവുമില്ല. മെമ്മറി കാർഡ് വലിയ ഗുരുതരമായ കുറ്റമാണ് എന്ന കാര്യത്തിൽ യാതൊരു അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇല്ല എന്ന് ഇതുവരെ പറയാനും അവർക്ക് കഴിഞ്ഞിട്ടില്ല. വേറെ ആരോ ഒന്നും ഇല്ല എന്ന് പറയുന്നതല്ലാതെ കുക്കു ഇതുവരെ ഇല്ല എന്ന് ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽപ്പെട്ടില്ല. അതുണ്ടായിരുന്നു, അങ്ങനെ സംഭവം നടത്തുന്നു, പക്ഷേ അത് മറ്റാരെ ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് മാറുകയാണ് ചെയ്തത്. അത് ആ കാര്യത്തിന് കൃത്യമായ നടപടി അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇടവേള ബാബു ഉൾപ്പെടെ ഉള്ളവർ അതിന് മറുപടി പറയേണ്ടതായി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇലക്ഷൻ്റെ ചൂടിലാണ് താരസംഘടന അമ്മയും അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയും. അതിനുശേഷം വരാൻ പോകുന്ന ഇലക്ഷൻ ചേംബറിൻ്റെയാണ്.
ചേംബറിൻ്റെ ഇലക്ഷനും ഇതുപോലെ വാശിയേറെ ഇലക്ഷനിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷം വരുന്നത് തിയേറ്റർ ഉടമകളുടെ ഫിയോക് സംഘടനയുടെ ഇലക്ഷനാണ്. അതിനുള്ള ചരടുവലികൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും നമുക്ക് നോക്കാം ആരാണ് അധികാരത്തിൽ വരും. ആര് അധികാരത്തിൽ വന്നാലും ഇവിടെയുള്ള ഓരോ അംഗങ്ങളെ സ്നേഹിക്കുന്നവരും അംഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ് അധികാരത്തിൽ വരേണ്ടത്. അങ്ങനെ അധികാരത്തിൽ വന്നാൽ അവർക്കെന്നും പിന്തുണയുണ്ടാകും. ഈ അംഗങ്ങളുടെ പിന്തുണ ഉണ്ടാകും. അല്ലാതെ അംഗങ്ങളെ സംരക്ഷിക്കാതെ സ്ത്രീ സമത്വത്തിന് വേണ്ടി പ്രസംഗിച്ച് നടക്കുകയും സ്ത്രീകൾക്കെതിരെ നിൽക്കുന്നവരും ഒരു കാരണവശാലും ഈ ഭരണസമിതിയിൽ വരാൻ പാടില്ല അമ്മയിൽ എന്ന് എടുത്ത് ഞാൻ പറയുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് അമ്മയിൽ വരേണ്ടതെങ്കിൽ ആ സ്ത്രീ സമത്വം നിലനിർത്തണമെങ്കിൽ സ്ത്രീകൾ വരണമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാരും സ്ത്രീകൾക്ക് വേണ്ടി കൂടെ നിന്നിട്ട് ചതിക്കുന്നവർ വരാൻ അനുവദിക്കരുത് അംഗങ്ങൾ എന്ന കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും അൻസിബാസിൻ്റെ കേസ് അവിടെ നിൽക്കുന്നു. അൻസിബ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതിപ്പെട്ടിട്ടുണ്ട്, വനിതാ കമ്മീഷനിലേക്ക് പരാതിപ്പെട്ടിട്ടുണ്ട്, ഹ്യൂമൻ റൈറ്റ്സിൽ പരാതിപ്പെട്ടിട്ടുണ്ട്, അമ്മയിൽ പരാതിപ്പെട്ടിട്ടുണ്ട്, അമ്മയുടെ ഇലക്ഷൻ കമ്മീഷന് പരാതിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിനൊന്നും നടപടിയായിട്ടില്ല. പക്ഷേ അതുമായിട്ട് അൻസിബയും മുന്നോട്ട് പോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതും മുന്നോട്ട് പോകുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അൻസിബ കോൺക്ലേവിൽ പോയി കയ്യടി വാങ്ങി ഒരു വ്യക്തിയുണ്ട്. അത് എല്ലാവരും പറയും. അമ്മ എന്നൊരു പേര് പരാമർശിക്കാൻ ഇവിടെ ആരും ഉണ്ടായില്ല എന്ന് പറഞ്ഞാണ് അൻസിബ പറഞ്ഞത്. എല്ലാവരും WCC ഫെപ്കയൊക്കെ പറയുന്നു അമ്മ എന്ന് പറയാൻ പോലും ഒരു ഡേയ്സിൽ ഇതുപോലും ആരും പറഞ്ഞില്ല. അതുകൊണ്ട് അമ്മയുടെ ആർജവത്തോടുകൂടി അതാണ് സ്ത്രീ. ഒരു സംഘടനയ്ക്ക് സ്നേഹം വേണം. ആ സംഘടനയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉച്ചത്തിൽ പോകണം. അവിടെ എല്ലാവരും കൈയടിച്ചു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഞാൻ ഇന്നലെ കുറേ ആൾക്കാർ അവരെല്ലാവരും ഒന്ന് അൻസിബയുടെ അടുത്ത് കൈ കൊടുത്ത് പിരിയുന്ന പറയുന്നത്. പക്ഷേ എന്നാൽ അമ്മയിൽ ഉണ്ടെന്ന് വാദിക്കുന്ന സ്ത്രീകൾ അവിടെ ഉണ്ടായിട്ട് പോലും അതിനൊരു പിന്തുണ നൽകാത്തൊരു സ്ഥിതി ഉണ്ടായി. കാരണം അൻസിബ ഒറ്റപ്പെടുത്താൻ വേണ്ടിയാണ്. പക്ഷേ പിന്നീട് എന്തോ വ്യാജം പറഞ്ഞു. അൻസിബ ജോയിൻറ്റ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞാണ് അവിടെ അത് സംബോധിച്ചത്. അങ്ങനെ ഒരു വാക്ക് അവിടെ പറഞ്ഞിട്ടില്ല. അത് ഞാൻ അന്വേഷിച്ചു, ആ വീഡിയോ ചെക്ക് ചെയ്തു. അങ്ങനെ ഒരു വാക്ക് അൻസിബ പറഞ്ഞില്ല. അങ്ങനെ ഒരു ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചില ആളുകൾ വരുന്നത്. കാരണം കയ്യടി വാങ്ങിയത് അൻസിബയാണല്ലോ. അൻസിബയാണ് അമ്മയ്ക്ക് വേണ്ടി പറഞ്ഞത്. അപ്പോൾ അത് വേറെ രീതിക്ക് ആരോപണമാക്കി എടുക്കാൻ വേണ്ടി എടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന കുറേ ആളുകളെ ഞാൻ കണ്ടു. അവരോട് പരമപുച്ഛം മാത്രമാണുള്ളത്. കാരണം നമുക്ക് കാത്തിനാന്ന് ഞാൻ പറഞ്ഞാലേ പറയുന്നതൊന്നും പ്രവൃത്തി വേറെയുമാണെങ്കിൽ ഒരു കാരണവശാലും ഇവർക്കൊന്നും രക്ഷയുണ്ടാവില്ല. താരസംഘടന അമ്മ നല്ല രീതിക്ക് പോകണം. ഒത്തിരി പാവങ്ങളും അവരുടെ കാര്യങ്ങളിലെല്ലാം നല്ല രീതിയിൽ പോകണമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും ഈ താരസംഘടന പോലെ തന്നെയാണ് നിർമ്മാതാക്കളുടെ സംഘടന ഇലക്ഷനും വാശിയേറെ മത്സരത്തിലേക്ക് തന്നെ പോകുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം.